ഇന്ന് നമ്മളെ കയ്യിലുള്ളത് വിവോ Y11 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് കസ്റ്റമർക്ക് ലോക്ക് അറിയാതെ ലോക്ക് കുടുങ്ങിയ ഫോണാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ലോക്ക് പൊട്ടിക്കാൻ നോക്കാം. നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അൺലോക്ക് ടൂളാണ്. വേറെയും ടൂൾസ് ഉണ്ട്. നമ്മൾ അൺലോക്ക് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അൺലോക്ക് ടൂള് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമ്മൾ വിവോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെർച്ച് പോയിട്ട് മോഡൽ ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്യുക. Y11 ആണ്. Y11 സെർച്ച് ചെയ്യുക. ഇത് കോൾകോമിൻ്റെ സെറ്റ് ആയതുകൊണ്ട് ഇത് ടെസ്റ്റ് പോയിന്റ് ആണ് വരിക. അപ്പോൾ നമ്മൾ ഫോൺ അയക്കണം. ഫോൺ അയച്ചതിന് ശേഷം ഈ 2 പോയിന്റ്, ഇത് ബാറ്ററി കണ്ടറിൻ്റെ താഴെയായിട്ടാണ് വരിക. ഈ 2 പോയിന്റ് നമ്മൾ ഷോർട്ട് ചെയ്തിടണം. അതിന് ശേഷം ഇതിൽ ഫാക്ടറി റീസെറ്റ് എന്ന് കൊടുക്കുക. കേബിൾ എടുത്തിട്ട് കേബിൾ കണക്ട് ചെയ്യുന്നത് കൂടെ നമ്മൾ ബാറ്ററി കണക്ടർ ഇട്ട് കൊടുക്കുക. ഇതെന്തോ ഫെയിൽഡ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു വട്ടം കൂടി കണക്ട് ചെയ്യുക. ഇത് എടുത്തിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കുക. കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഫോണിന് പിന്നിന് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ കണക്റ്റിംഗ് പ്രോബ്ലം വരും. കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബൂട്ടിംഗ് ആവും. അതിനു മുമ്പേ നമ്മൾ നേരത്തെ ഷോർട്ട് ചെയ്തിട്ട ആ ടെസ്റ്റ് പോയിന്റ് ഒഴിവാക്കണം. ഫോൺ ഓണായി വരുമ്പോൾ പിന്നെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമ്മൾ സെറ്റപ്പ് ഫോൺ കൊടുക്കുക. ഒക്കെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ചില ഫോണിൽ ലോക്ക് പൊട്ടിച്ചതിന് ശേഷം FRP ലോക്ക് എന്നൊരു ലോക്കും കൂടി ഉണ്ടാവും. ജിമെയിൽ ഐഡിൻ്റെ ലോക്കാണ്. അതിൽ ജിമെയിൽ ID അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ജിമെയിൽ ID പാസ്വേഡ് അടിച്ചാൽ ഓക്കെ ആയി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ തന്നെ പൊട്ടിക്കാം. ആ 2 ടെസ്റ്റ് പോയിന്റ് ഷോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഇറേസ് FRP എന്നുള്ളത് കൊടുക്കുക. സെയിം മെത്തേഡ് ഈ ഫോർമാറ്റ് എന്നുള്ളത് കൊടുക്കുന്നതിന് പകരം ഫാക്ടറി റീസെറ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം ഇറേസ് FRP എന്ന് കൊടുക്കുക. സെയിം ഫോൺ കണക്ട് ചെയ്യുക ആ ടെസ്റ്റ് പോയിന്റ് ഷോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ ലോക്കും നമുക്ക് ഇതിൽ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തോളി. കൊറിയർ സർവീസും അവൈലബിൾ ആണ്.